ഹായ് ഓൾ, ഞാൻ പാത്തുവാണേ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു റോസാ ചെടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ഒരു താലപ്പൊലിക്ക് പോയതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായില്ലേ, അപ്പം അവിടെ നിന്ന് പൊക്കിയതാണ് ഞാൻ ഈ ഒരു റോസ് കേട്ടോ. അപ്പം റോസ് നമുക്ക് എവിടെ കണ്ടാലും വീക്ക്നെസ് ആണല്ലോ, അത് കാരണം കൊണ്ട് അതിനെ നമ്മളിങ്ങ് എടുത്തു. ഇതിന് ഒരു 200 രൂപ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു റോസിന് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 റോസ് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ നമുക്കതിനൊന്ന് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനത് എവിടെ വെക്കുമെന്ന് ആലോചിച്ചിങ്ങനെ നിന്നപ്പോഴാണ് നമ്മളുടെ ഫ്ലവർ ബെഡിൽ 2 അരലിയ പ്ലാന്റ് ഇങ്ങനെ നശിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിന് ഏകദേശം ഒരു 2 വർഷത്തോളം പഴക്കമുണ്ട് ആ ഒരു അരലിയൊക്കെ. അപ്പം ഇപ്പോൾ അതിൻ്റെ ആ ഒരു വളർച്ചയൊക്കെ മുരടിച്ചിട്ടുണ്ട്. അപ്പം ഞാനതിനെ പറിച്ച് മാറ്റിയിട്ട് ആ ഭാഗത്ത് നമ്മളുടെ റോസിനെ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തന്നെ നമ്മളതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് നമ്മളുടെ ജൈവവളമാണ് കേട്ടോ ചേർക്കുന്നത്. ഇത് കട്ട പിടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിക്കാതെ അത് മഴ നനഞ്ഞ് അതങ്ങനെ കട്ടയായി പോയതാണ്. അത് എന്തായാലും നമ്മളത് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ആദ്യം തന്നെ മണ്ണിലൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മണ്ണിനൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരെ നമ്മളുടെ പ്ലാന്റിന് അതിലോട്ട് വെക്കുവാണ് കേട്ടോ ചെയ്തത്. വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർത്തില്ല ഞാൻ. അപ്പം ഇത് തന്നെ അത്യാവശ്യം നല്ല വളമാണല്ലോ. പൂച്ചെടികൾക്കൊക്കെ എല്ലുപൊടി അത്യാവശ്യം നല്ല വളമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലുപൊടി കൂടെ ചേർത്തത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളത് ആ ചെടിയൊക്കെ അടിപൊളിയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഈ വോയിസിൻ്റെ ഇടയിൽ മെഷീൻ വർക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. വീട്ടിൽ പണിക്കാരുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ ദയവായി ഒന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ അത് നമ്മളുടെ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഞാൻ ഗാർഡനിങ് വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അങ്ങനെ ഒരു ചെടി നട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ആകെ കുഴങ്ങിയിട്ടുണ്ട്, ആകെ ക്ഷീണിച്ച് വയ്യാണ്ടായ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. ഓൾറെഡി എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കൂടെ ഒന്ന് മൂഡ് ചേഞ്ച് ആകാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഗാർഡനിലോട്ട് വന്നത്. അപ്പം ചെടി നടലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊന്ന് വയ്യാണ്ടായിട്ടുണ്ടായി. അങ്ങനെ ഞാനിത് നട്ട ചെടികളെയൊക്കെ കുറച്ച് നേരം പോയി നോക്കിയിരുന്ന് ഉമ്മ വീട്ടിലുണ്ടായ കപ്പയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മൾ പറിച്ച കുറച്ച് ചെടിയൊക്കെ എടുത്ത് ചെവിയിലൊക്കെ വെച്ച് നോക്കി. ചെടിയല്ല, നമ്മളുടെ പൂവൊക്കെ എടുത്തൊന്ന് ചെവിയിൽ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് നമ്മളുടെ നട്ട ചെടിക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം. ഈ ഒരു നമ്മളുടെ ചെടി നനക്കുന്ന ഈ ഒരു മഗ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു അരിപ്പ പോലുള്ള ഭാഗത്തിലൂടെയാണല്ലോ വെള്ളം വരുന്നത്. അപ്പോൾ അതിൽ കൂടെ കുറച്ച് വെള്ളമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം വേഗം നനച്ച് കഴിയണം എന്നുള്ള ഒരു സമയക്കുറവ് ഉള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യുന്നത്, അതിൻ്റെ ആ ഒരു മുത്തി നമ്മൾ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം നമുക്ക് വെള്ളം കുറച്ചും കൂടെ സ്പീഡിൽ ഇങ്ങനെ വീഴും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമയവും നമുക്ക് കുറച്ചധികം ലാഭിക്കാം, വേഗം പണി കഴിയുകയും ചെയ്യുമല്ലോ. അപ്പം ഇതൊരു ടിപ്പാണ്, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോട്ടെ. അങ്ങനെ ഇന്നത്തെ ഗാർഡനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഗാർഡനിങ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു റീഫ്രഷ് ആയി പോലൊരു ഫീലാണ്. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.